ഹലോ. അപ്പോൾ രാവിലെ ഞാൻ ഇന്നലെ തന്നെ വെള്ളം ഇടയാക്കി വെച്ചിരുന്നുണ്ട്. കുറച്ച് കുക്കുമ്പറും നമ്മുടെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ വെള്ളവും കുടിച്ച് നേരം കണ്ടോ കണ്ണമ്മയെ കണ്ടോ. ഇപ്പോൾ ഇതാ പരിപാടി, ഇങ്ങനെ കിടന്ന് തപ്പും. പിന്നെ ഞാൻ തിരിച്ച് കിടത്തുമ്പോൾ ഉറങ്ങും. രാത്രിയിലൊക്കെ ഇതിൻ്റെ പരിപാടി ഇപ്പോൾ ഇത് തന്നെ. കമന്ന് വീഴാനുള്ള ശ്രമമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ താഴെ വന്ന് അമ്മ കടല വെക്കാൻ പോയതായിരുന്നു. ഞാൻ നേരെ മേടിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ അങ്ങ് വെച്ചോളാമെന്ന്. സത്യത്തിൽ ഞാൻ ഒരു റെസിപ്പി ഇങ്ങനെ നോക്കി വെച്ചിരുന്നതാണ്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ ഇതങ്ങനെ വെച്ചിട്ടേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ തേങ്ങ പൊതിക്കാൻ എനിക്ക് പണ്ടേ അറിയത്തില്ല. ഞാൻ പൊതിച്ചാൽ അത് എങ്ങോട്ടോ തെക്കും വടക്കൊക്കെ ആയിപ്പോൾ വേറെ ഷേപ്പിൽ കിട്ടത്തില്ല. പിന്നെ അമ്മ അതും പൊതിച്ച് തന്ന് ഞാൻ തേങ്ങയൊക്കെ തിരിങ്ങി സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങും കേട്ടോ. ഈ റെസിപ്പി ഇനി കറക്റ്റ് ആയില്ലെങ്കിൽ ഈ കടലക്കറി ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് നല്ല തെറിവിള കിട്ടും. കാര്യം ഞാൻ അമ്മ വെക്കാൻ പോയി മേടിച്ച് വെച്ചതാട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു സൈഡിൽ കൂടെ ദോശയും ചുടുന്നുണ്ട്, ഒരു സൈഡിൽ കടലക്കറിയും വെക്കുന്നുണ്ട്. അങ്ങനെ റെസിപ്പിയൊക്കെ നോക്കി ഏതൊക്കെയോ രീതിയിൽ ഞാൻ കടലക്കറി സെറ്റാക്കി വെച്ചു. പക്ഷേ ഉള്ളി നല്ലോണം വഴറ്റണമായിരുന്നു. നല്ല പോലെ വഴറ്റിയാലേ അതിലിങ്ങനെ കടക്കാതിരിക്കത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് വഴറ്റിയതുള്ളൂ. കാര്യം ടൈം ഇല്ലാതായിപ്പോയി. ഞാൻ എണീറ്റപ്പോഴേ 7 മണിയായി. ദിനേശ് ചേട്ടൻ 8:30 പോവുകയും വേണം. അപ്പോഴത്തേക്ക് പിന്നെ എൻ്റേതായ രീതിയിൽ ഞാൻ അവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് വഴറ്റി നോക്കിയതാണ്. പക്ഷേ സംഗതി ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ എന്നേ ഉള്ളൂ. പിന്നെ ഇലേശന് കുറച്ച് ജ്യൂസും വേണം, കുക്കുംബർ ജ്യൂസും എല്ലാം. കുക്കുംബർ മാത്രമല്ല, ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം കൂടി ഞാൻ ജ്യൂസ് മേടിച്ച് അത് സെറ്റാക്കി വെച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണമ്മ എണീറ്റ് വന്നായിരുന്നു. മാമനിങ്ങ് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ കണ്ണമ്മ തറയെ കിടത്തിയിട്ട് അമ്മയ്ക്കുള്ള ജ്യൂസും കൊടുത്തു. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്ന് കണ്ണമ്മയെ കളിപ്പിക്കലൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇലേശനെ ഫുഡ് കഴിക്കാണ്ട് വരികയും ചെയ്തു കേട്ടോ. ഞങ്ങളെല്ലാം കൂടെ ഫുഡും കഴിച്ച് രാവിലത്തെ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് ഇച്ചിരി എരിവുള്ളതൊക്കെ ഇഷ്ടം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. കാക്കയ്ക്ക് തൻകുൻ്റെ പൊൻകുനെന്നാണല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.